ഹായ് ഹലോ ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൂന്നാറിലെ മാങ്കുളം ആനക്കുളം ഭാഗത്തേക്കുള്ള ഒരു യാത്രയാണ്. ഒരു ദിവസത്തെ യാത്ര ഈ ഭാഗത്തേക്കുണ്ട്. നിങ്ങൾ മൂന്നാർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളച്ചാട്ടങ്ങളുടെ പർദീസയായ ഈ ഏരിയ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ടൈം ഒരു ജൂൺ തൊട്ട് നവംബർ വരെയുള്ള മാസങ്ങളിലെ മഴയില്ലാത്ത ഇടവേളകളാണ്. ഈ ഒരു മാങ്കുളം ആനക്കുളം ഭാഗം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിനകത്തെ ഓരോ വെള്ളച്ചാട്ടങ്ങളുടെയും വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊതുവെ അല്ലാതെ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് ആൾക്കാർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാർ വിസിറ്റിന് ഒരു 4 ദിവസമാക്കി തിരിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും ഓരോ ഏരിയയിലേക്കുള്ള വിസിറ്റ്. ഒന്ന് മൂന്നാറിൽ നിന്ന് 2 ഡാമുകൾ കണ്ട് ടോപ്പ് സ്റ്റേഷൻ പോയി വട്ടവടയൊക്കെ പോകുന്ന ഒരു ദിവസത്തെ. രണ്ടാമത്തെ ദിവസത്തെ ഇരുവെള്ളം നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ അവിടെ ടൗണിലുള്ള മറ്റു പല വ്യൂ പോയിൻറ്റ്സ്, സൂര്യനെല്ലി, അതുപോലെ തന്നെ ദേവികുളം, അങ്ങനെയുള്ള ഏരിയയിൽ രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം കാന്തല്ലൂർ ഏരിയ. 4-ാമത്തെ ദിവസമാണ് നമ്മൾ മാങ്കുളം സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് തിരിയുന്നത് നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാർ പോകുമ്പോഴത്തേനും കല്ലാർ വട്ടിയാർ എന്നുള്ള ഭാഗത്തു നിന്നാണ് ഇടത്തേക്ക് തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇത് നമ്മൾ നല്ല ഒരു ഓട്ടപ്രദർശനം നടത്തുവാണ്. ഇത് നമ്മൾ ആദ്യമേ കാണുന്ന ഒരു ചെറിയൊരു ടൗൺ പോലെയുള്ളതാണ്. കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഒരു കുടിയേറ്റ മേഖലയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പോലെയുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഏലത്തിൻ്റെയും അതുപോലെ തന്നെ തേയിലയുടെയൊക്കെ തോട്ടങ്ങളുണ്ട്. നമ്മളിവിടെ വരുമ്പോഴത്തേനും വഴിയരികിൽ ഒരു അരുവി നന്നായിട്ട് ഒഴുകുന്ന കാണുന്നുണ്ട്. നല്ല രസമുള്ള ഒരു അരുവിയാണ്. ഇത് നമ്മൾ വഴി സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഈ അരുവി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ഏലത്തോട്ടങ്ങളാണ്. ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ളതാണ് വഴി പോകുന്നത്. അതിൻ്റെ സൈഡ് വഴിയാണ് ഈ അരുവി ഒഴുകുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാം. 2 സൈഡും ഏലത്തോട്ടങ്ങളാണ്. അത് കഴിയുമ്പോഴത്തേനും തേയിലത്തോട്ടങ്ങളായി. ഇവിടെ ചെറിയ മൊട്ടക്കുന്നുകളും ഈ തേയിലയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന വെട്ടി ഒതുക്കി കുളന്തെടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് വിരിപ്പാറ് വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അപ്പം ഈ വഴിയെ നമ്മൾ ഈ തേയിലത്തോട്ടങ്ങൾ പാസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മൾ മുന്നോട്ട് പോകുമ്പം ഇടയ്ക്ക് ഓരോ വീടുകളൊക്കെ കാണാം. വഴി നല്ല വീതി കുറവെന്ന് പറഞ്ഞാൽ 2 വണ്ടിക്ക് പോകാനുള്ള നല്ല വീതിയുണ്ട്. നല്ല മെഷീൻ ടാർഡ് റോഡ് പോലത്തെയാണ്. നമുക്ക് കട്ടറുകളില്ല, നന്നായിട്ട് വിട്ടു പോകാം. നമ്മൾ ഈ വഴിയെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മറഞ്ഞുപോയ ഇല്ലിക്കൂട്ടങ്ങളൊക്കെ വഴി സൈഡിൽ നിൽക്കുന്ന കാണാം. ഇവിടെയൊക്കെ ഓരോ ചെറിയ കടകളും വീടുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും ഇവിടുന്ന് നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞുള്ള വഴിയല്ലേ ഒരു 3-4 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ വിരിപ്പാറ വെള്ളച്ചാട്ടം. ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലൊരു ബോർഡുണ്ട്. മൂന്നാർ എന്നുള്ള റൈറ്റിലേക്കുള്ള ആ വഴിയെ പോകണം നമ്മൾ പോകണം. മാങ്കുളം ആനക്കുളം നേരെയാണ് പോകേണ്ടത്. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് പോവുക. റൈറ്റിലേക്ക് പോകുമ്പോഴത്തേനും താഴെ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ ചെറിയ കുടിയേറ്റ മേഖലകളാണ്. ചെറിയ വീടുകളുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ ഓരോ കൃഷികളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് ചെല്ലുമ്പം എസ്റ്റേറ്റ് ഏരിയയാണ്. തോട്ടത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ കുറേ തേയിലത്തോട്ടങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഈ വിരിപ്പാറ
വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലുന്നത്. വിരിപ്പാറ വെള്ളച്ചാട്ടം കുളിക്കാനൊക്കെ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. ഒത്തിരി ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ തുടങ്ങി പിന്നെ തേയിലത്തോട്ടമായി. തേയില കുളന്തുള്ളുന്ന ആൾക്കാരും അത് കൊണ്ടുപോകുന്ന വണ്ടികളുമൊക്കെ നമ്മൾ കാണാം പോകുമ്പോഴത്തേനും. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ഇങ്ങനെ വളഞ്ഞ് പോകുന്ന റോഡുകളാണ്. അങ്ങ് അകലെ മലമുകളിൽ നിന്ന് ഇങ്ങനെ പാല് പോലെ നുരഞ്ഞ് പതഞ്ഞ് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓരോ ലൊക്കേഷനിലും നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. വിരിപ്പാറ വെള്ളച്ചാട്ടമാണിത്. ഇവിടെ നമുക്ക് പ്രവേശന ഫീസുണ്ട്, 10 രൂപ പ്രവേശന ഫീസ്. അതെടുത്ത് 50 രൂപയാണ് പ്രവേശന ഫീസ്. അതെടുത്ത് ഇവിടെ കയറുക. അതിൻ്റെ കാണിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വെള്ളച്ചാട്ടം നന്നായിട്ട് കാണണമെങ്കിൽ ആ വീഡിയോ കാണുക. ഇത് നമ്മൾ ഈ മാങ്കുളം ആനക്കുളം ഭാഗത്ത് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ള ഒരു റഫ് ഐഡിയ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മാങ്കുളത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ഈ മാങ്കുളം ഏരിയയിൽ, മൂന്നാറിൽ വരുന്നവർക്ക് മാങ്കുളം ഏരിയയിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിടുന്നത്. ഇവിടുത്തെ ഓരോ വെള്ളച്ചാട്ടങ്ങളിലെ അല്ലെങ്കിൽ ഓരോ സ്പോട്ടിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ ആ വീഡിയോ കാണുക. നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് തിരിച്ചു വന്നിട്ട് മെയിൻ റോഡിലേക്ക് മാങ്കുളം ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം ഈ മലനിരകളാണ്. എന്നാൽ ഇപ്പം പോകുന്ന ഭാഗത്തൊക്കെ കുടിയേറ്റ മേഖലകളുണ്ട്. പിന്നെ നമ്മുടെ വാഴ, അതുപോലെ തന്നെ കൊക്കോ, അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെയുള്ള കൃഷിയാണ് ഈ ഭാഗത്ത് കാണുന്നത്. എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. വഴി വളവുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല കോൺക്രീറ്റ് ഈ ടാറിങ് നല്ല നിരപ്പായതുകൊണ്ട് നമുക്ക് ഈ വഴിയെ നമുക്ക് പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ നമുക്ക് വരുന്ന കാണാം. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വലതുവശത്ത് മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം പാല് പോലെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് മാങ്കുളം ടൗണിനോട് അടുക്കുകയാണ്. കൂടുതലും അവിടെ ഇനിയാണ് കൂടുതൽ കാണാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉള്ളത്. മാങ്കുളത്തിനും ആനക്കുളത്തിനും ഇടയ്ക്കാണ് കൂടുതൽ സ്ഥലങ്ങളുള്ളത്. അതിനു മുമ്പ് നമുക്ക് വിരിപ്പാറ വെള്ളച്ചാട്ടവും പിന്നെ ആ വഴി സൈഡിലുള്ളൊരു പിന്നെ അരുവിയുമാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാങ്കുളം ടൗണിലേക്ക് എത്തി. അത്യാവശ്യം ഹോട്ടലുണ്ട്, മെഡിക്കൽ സ്റ്റോറുണ്ട്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്, മാങ്കുളം ടൗണിലുള്ളത്. മാങ്കുളം ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിട്ട് വരുമ്പോഴത്തേനും ഈ കരിന്തിരിയാറിന് കുറുകെയുള്ള പാലമാണിത്. ഈ പാലത്തിൽ നിന്ന് വലതുവശത്തേക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടുന്ന് വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു തൂക്കുപാലം കാണാം. ഈ തൂക്കുപാലമാണ് ഈ കാണുന്നത്. ഈ തൂക്കുപാലം വഴി ആൾക്കാർക്ക് നടക്കാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. കരിന്തിരിയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണിത്. നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങാം. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുന്ന നമ്മൾ സൂക്ഷിച്ചു വേണം. വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട്, മുഴുവൻ കല്ലുകൾ നിറഞ്ഞാണ്. വലതുവശത്തുനിന്ന് അങ്ങ് മലമുകളിൽ നിന്ന് ഒഴുകി ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു ആറാണ്. ആറിൻ്റെ പാലം കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മുടെ വഴി സൈഡ് വഴി ഇങ്ങോട്ട് ഒഴുകി ഇങ്ങനെ താഴെ പോവാണ്. ഇവിടെയൊക്കെ ആൾക്കാർ അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കയവാണെന്ന് തോന്നുന്നു. അവിടെ താഴോട്ട് വെള്ളം പോകുന്നുണ്ട്. അതിന് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേനും വഴി നോക്കുമ്പോൾ നമ്മുടെ സൈഡിൽ മലയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇറങ്ങുന്ന കാണാം. അത് പെരുമ്പൻകൂത്ത്
പെരുമങ്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെ നിന്നുള്ള ദർശനമാണ്. ഇതാണ് പെരുമങ്കുത്ത് വെള്ളച്ചാട്ടം നമ്മൾ അടുത്തുനിന്ന് പോയി കാണുന്നത്. ഈ പെരുമങ്കുത്ത് വെള്ളച്ചാട്ടത്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സന്ദർശിക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ആനക്കുളത്തേക്കാണ് നമ്മൾ പോണത്. ഇതൊക്കെ കുടിയേറ്റ മേഖലകളാണ്. തെങ്ങും വാഴ അതുപോലെയുള്ള എല്ലാ കൃഷികളുമുണ്ട്. ഇവിടെയൊക്കെ എല്ലാം റൂമുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്. നമ്മളിപ്പം ആനക്കുളം ഒരു സ്ഥലത്തേക്ക് എത്തുവാണ്. ഇവിടെയാണ് ഈ തോട്ടിലാണ് ആനകൾ കൂട്ടമായിട്ട് വന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്. ഇവിടുത്തെ വെള്ളത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ആനക്കുളം വാട്ടർഫാൾസിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒഴുകി വരുന്ന വെള്ളം നമുക്ക് കാണാം. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെള്ളം ഇങ്ങനെ മലമുകളിൽ നിന്ന് പാല് പോലെ ഒഴുകി വരുന്ന ദൃശ്യമുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുക. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയും ദൃശ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് അടുത്ത വെള്ളച്ചാട്ടമാണ്. പ്ലോട്ട് നമ്പർ 35 വെള്ളച്ചാട്ടം ആണ്. വാട്ടർഫോൾ 35 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2 തട്ടുകളായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. താഴത്തെ തട്ടിലും മേളത്തെ ഇത് താഴത്തെ തട്ടാണ്. മുകളിലത്തെ തട്ടിലാണ് കൂടുതലും ആൾക്കാർ കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ വഴി ക്രോസ് ചെയ്ത് താഴോട്ട് പോകണതാണ്. ഇവിടെ മുകളിലത്തെ തട്ടാണിത്. ഇവിടെയാണ് ആൾക്കാർ കൂടുതലും കുളിക്കുന്നത്. അടുത്ത നമ്മൾ ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. അതൊരു ഈ ആദിവാസി സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. ഇത് നമ്മൾ ആദിവാസികളുടെ അവിടെ പഴങ്ങളും അതുപോലെ തന്നെ പണിയായുധങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഒരു പാറപ്പുറമാണ്. മുകളിൽ അവരൊരു ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെയാണ് പണിയായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ താഴെ ഈ കാട്ടിൽ നിന്ന് ശേഖരിച്ച പഴങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നമ്മൾ ആനക്കുളം ഏരിയയിലേക്കുള്ള ഒരു ഓട്ടപ്രദർശനമാണ് നടത്തിയത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.